അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشفي صدور قوم مؤمنين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കും. ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും റളിയല്ലാഹു തആല അൻഹും അൻഹുന്ന തിരുനബിയുടെ കുടുംബക്കാരായതിൻ്റെ പേരിൽ ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് കുടുംബങ്ങളും ഷിഅബ് അബി ത്വാലിബ് എന്ന കുന്നിൻ ചെരുവിൽ ബഹിഷ്കരിക്കപ്പെട്ട ചരിത്രം തിരുനബിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ ആ ബഹിഷ്കരണത്തിൻ്റെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകനെയും അനുചരന്മാരെയും പ്രവാചക കുടുംബത്തെയും ബഹിഷ്കരിച്ചതിൻ്റെ ആ ബഹിഷ്കരണ നാളുകളിൽ അവരനുഭവിച്ച ദുരിതങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുമാറുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന നിലക്കുള്ള മാറ്റി നിർത്തപ്പെടലിൻ്റെ ഒരു ദുരിത അനുഭവമായിരുന്നു ഈ ബഹിഷ്കരണത്തിൻ്റെ കാലയളവ്. മുശ്രിക്കീങ്ങൾ എഴുതി തയ്യാറാക്കിയ കരാർ പത്രത്തിൽ അല്ലാ യുബായിഉഹും, അവർക്ക് ഒന്നും വിൽക്കുകയോ അവരിൽ നിന്നും വാങ്ങുകയോ ചെയ്യരുത്. വലാ യുനാകിഹൂഹും, അവരുമായി വൈവാഹിക ബന്ധങ്ങൾ പാടില്ല. വലാ യുകല്ലിമൂഹും വലാ യുജാലിസൂഹും, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി സകല മാനുഷിക ബന്ധങ്ങൾ മുറിച്ചു മാറ്റി ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു സ്ഥിതിവിശേഷം അത് മുഖേന സംഭവിച്ചു. പ്രവാചകത്വത്തിൻ്റെ 7-ാം വർഷം മുഹറമിലാണ് ഈ ഉപരോധം തുടങ്ങിയത്. 3 വർഷക്കാലം ഈ ഉപരോധം തുടരുകയും ചെയ്തു. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അന്നവർ അനുഭവിച്ച പീഡനത്തിൻ്റെ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ 1-2 വാക്യങ്ങൾ കേൾക്കുക. സുമിയ അസ്വാതു സിബിയാനിഹിം ബിൽ ബുക്കാഇ വറാഅ ശിഅബ്, ആ കുന്നിൻ്റെ ചെരുവിൻ്റെ പിന്നിൽ നിന്ന് അവരുടെ കുഞ്ഞുകുട്ടികൾ വിശപ്പ് സഹിക്കാതെ കരയുന്ന കരച്ചിലിൻ്റെ ശബ്ദം ഈ മക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കേൾക്കാമായിരുന്നു എന്ന്. വൃക്ഷത്തിലെ ഇലകൾ തിന്നാൻ മാത്രം നിർബന്ധിതരായി അവർ ഭക്ഷണമില്ലാതെ, അതുകൊണ്ട് ഇലകൾ തിന്നിട്ട് ഭക്ഷിച്ചിട്ട് അവർ മൃഗങ്ങൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന്. ഒരു റൊട്ടി പോലും കിട്ടാത്ത സ്ഥിതിവിശേഷം അങ്ങനെ സംഭവിച്ചു.
എന്നല്ല, അൽ ഖുറബാ ഉൽ അവലൂൻ എന്ന ഗ്രന്ഥത്തിൽ 148 പേജിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. അവരിൽപ്പെട്ട ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ചപ്പുറത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. മണ്ണ് മാന്തി നോക്കിയപ്പോൾ അത് ഒരു ഒട്ടകത്തിന്റെ തൊലിയുടെ കഷ്ണമാണ്. ആ കഷ്ണം കൊണ്ടുവന്ന് കരിച്ച് വെള്ളത്തിലിട്ട് കഴുകി അത് കുതിർത്ത് 3 ദിവസം അത് കഴിച്ചും അതിൻ്റെ വെള്ളം കുടിച്ചും അതിലൊരാൾ ജീവിച്ചു എന്ന്. ബഹിഷ്കരിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ തിരുനബിയും സഹാബത്തും അനുഭവിച്ച ദുരന്ത ചിത്രങ്ങളെ അന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. ഒടുവിൽ ആ കരാർ പത്രം ചിതലെടുത്തു. ഇവരെ ബഹിഷ്കരിക്കാൻ എഴുതി തയ്യാറാക്കിയ ഉപാധികളുടെ കരാർ പത്രം ചിതലെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അമ്മിനോട്, പിതൃവിനോട് പറഞ്ഞു, അബൂ താലിബിനോട്, ഇന്ന റബ്ബി അല്ലാഹു ഖദ് സല്ലത്തൽ അർളത ഫീ സഹീഫത്തി ഖുറൈശ്. ഖുറൈശികൾ എഴുതി തയ്യാറാക്കിയ കരാർ പത്രമുണ്ടല്ലോ, ആ കരാർ പത്രത്തെ തിന്നുകളയാൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിതലിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചിതലെടുത്തിട്ടുണ്ട്. ഫലം തദഉ ഫീഹാ ഇസ്മൻ ഹുവ ലില്ല, അള്ളാഹിന്റെ നാമമല്ലാത്ത ഒന്നും ആ കരാർ പത്രത്തിൽ ഇനി ഉണ്ടാവുകയില്ല. അത്തരം അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. വനഫത്ത് മിൻഹുൽ ളുൽമ വൽ ഖത്തിഅ വൽ ബുഹ്താൻ, അവർ എഴുതി വെച്ച അക്രമത്തിന്റെ, അന്യായത്തിന്റെ, ഈ സമൂഹത്തെ ബഹിഷ്കരിക്കാനുള്ള സകല ഉപാധികളും എഴുതിയ ഭാഗമെല്ലാം തിന്ന് തീർന്നിരിക്കുന്നു. അപ്പോ അബൂ താലിബ് ചോദിച്ചു, അറബ്ബുക അഖ്ബറക ബിഹാദ, നിന്റെ നാഥൻ നിന്നെ അറിയിച്ചതാണോ ഇത് എന്ന് തിരുനബിയോട്. റസൂലുള്ളാഹി പറഞ്ഞു, കാലനാം, അതെ, അള്ളാഹു അറിയിച്ചതാ. അങ്ങനെ അദ്ദേഹം അബൂ താലിബ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട്, ഇതാ നിങ്ങൾ തയ്യാറാക്കി കെട്ടിത്തൂക്കിയ കരാർ പത്രം ചിതലെടുത്തിരിക്കുന്നു, എന്നെ മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവമെങ്കിൽ നിങ്ങളുടെ ബഹിഷ്കരണം അവസാനിച്ചിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം. അങ്ങനെയല്ല എങ്കിൽ മുഹമ്മദിനെ നിങ്ങളെ ഏൽപ്പിച്ചു തരാം. നിങ്ങളുടെ ആവശ്യം അതാണല്ലോ, മുഹമ്മദിനെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ്. എങ്കിലത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തീബിനു അദി ഉൾപ്പെടെ ചെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞപ്പോൾ അതിന്റെ ആദ്യത്തെ വരി ബിസ്മിക്കല്ലാഹുമ്മ എന്ന നാമം മാത്രം നിലനിൽക്കുകയും ബാക്കിയെല്ലാം ചിതലെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ബഹിഷ്കരണം ഒടുവിൽ അസാധുവാവുകയും 3 വർഷത്തിന് ശേഷം ഷീബ് അബീ തോലിബ് എന്ന കുന്നിൻ ചെരു വിട്ടിട്ട് പ്രവാചകൻ തിരുനബിയും അനുചരന്മാരും ഈ 2 കുടുംബങ്ങളിലെ അവശേഷിക്കുന്നവരും മക്കയിലെ നാഗരിക സാമൂഹ്യ ക്രമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ ഉപരോധത്തിന്റെ വർത്തമാനം ഇപ്പോൾ ആമുഖമായിട്ട് പറയേണ്ടി വന്നത് ഗസയിലെ മനുഷ്യരെ കുറിച്ച് വീണ്ടും പറയേണ്ടി വന്നപ്പോഴാണ്. അവിടുന്ന് ഈ ഉപരോധത്തിന്റെ ഒടുവിൽ അവരെത്തിപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ധാരാളം ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ട്രക്കുകളിൽ സഹായമായി ആയിരക്കണക്കിന് ട്രക്കുകൾ റഫാ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നു. പക്ഷേ അങ്ങോട്ട് പറഞ്ഞു വിടില്ല ബന്ധപ്പെട്ട ആളുകൾ. ഇസ്ലാമിന്റെ എതിരാളികൾ ഈ സമൂഹത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇങ്ങനെ കുടുക്കിലാക്കിയ കൂട്ടർ എത്തുന്ന ഏതാനും ട്രക്കുകളുടെ അടുക്കലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഓടിക്കൂടിയ ഒരു വലിയ ജനസഞ്ചയത്തെ ഇന്നലെ അവർ ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് നേരെ ബോംബിട്ട് 81 പേർ നിഷ്കരുണം, കുഞ്ഞുകുട്ടി ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടു. 700 പേർക്ക് പരിക്ക് പറ്റി. ഭക്ഷണം വാങ്ങാൻ ഇവർ നിസ്സഹായരായ മനുഷ്യരെ വരെ ഈ റഫാ അതിർത്തിക്കകത്ത് വെച്ച് ഇങ്ങനെ കൊന്നുകളയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് 140 ദിവസമായി ആ സമൂഹം മതിൽക്കെട്ടിനകത്ത് ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം സ്ത്രീകളും പുരുഷന്മാരും വയറിൽ കല്ല് കെട്ടിവെച്ചാണ് അവർ ജീവിക്കുന്നത്. ഭക്ഷിക്കാൻ ഇല പറിക്കാൻ നടക്കുകയാണ്. അവിടെയുള്ള പാഴ്ചെടികളിൽ നിന്ന് വരെ ശരീരത്തിന് വല്ലാതെ ദ്രോഹം ചെയ്യാത്ത, തികച്ചും വിഷമായി മാറ്റി നിർത്തപ്പെടാത്ത ഇലകൾ പറിച്ചെടുത്തുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പുല്ല് തിന്നുന്ന കാഴ്ച ലൈവ് വീഡിയോ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. പുല്ല് കടിച്ച് പറിച്ച് വിശപ്പടക്കുകയാണ്. ഒരു കുഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് ചപ്പാത്തിയും റൊട്ടിയും കഴിക്കാൻ പൂതിയായിരിക്കുന്നു എന്ന്. ഭക്ഷണമില്ല, പുല്ല് മാത്രം കഴിച്ചുകൊണ്ട് എത്ര നേരം കഴിയും? മൃഗങ്ങൾക്ക് തീറ്റയായി കൊടുക്കുന്ന കാലിത്തീറ്റ കൊണ്ട് അപ്പമുണ്ടാക്കി കഴിക്കുകയും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുകയും ചെയ്യുകയാണ്. അത്തരം പദാർത്ഥങ്ങൾ കഴിച്ചതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഗസയിൽ ഇപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നും ഒരാഴ്ച വരെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവിടുത്തെ ഇമാമിന്റെ ഖുതുബ കേട്ടാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ
നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഹിജാറത്തു അലാ ബുത്തൂനിഹിം ഹൽ ഷാഹത്തും, ഈ മനുഷ്യരുടെ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിരിക്കാൻ ഹൽ ഷാഹത്തും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന്. ഏതാണ് ഈ കാലം? അദ്ദേഹം ഫീ സമനിൽ ബിത്രൂൽ, പെട്രോൾ ഡോളർ കൊണ്ട് അതിൻ്റെ വിലയിൽ, അതിൻ്റെ വരുമാനത്തിൽ നിങ്ങൾ അഭിരമിക്കുന്ന ഒരു കാലത്ത്, മുസ്ലിം ലോകം അഭിരമിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് വയറ്റിൽ. യമൂതൂന ജുഅൻ ഫി ശവാരി ഗസ്സ, ഗസ്സയുടെ തെരുവിൽ അവർ വിശപ്പ് കൊണ്ട് മരിച്ചു വീഴുകയാണ്. അപ്പോൾ അന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്നത്തെ മക്കയിലെ മുസൽമാന്മാരും മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരും തിരുനബിയെ സഹായിക്കുന്നു എന്ന കാരണത്താൽ ആ കുടുംബങ്ങൾ, ബനു ഹാഷിം, ബനു മുത്തലിം കുടുംബക്കാർ, അവരെല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നില്ല. അവർ ബഹിഷ്കരിക്കപ്പെട്ട ഷീബ് അബീ തോലിബിന്റെ കുന്നിൻ ചെരുവിലെ ബഹിഷ്കരണത്തിന്റെ നേർചിത്രം ഇന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ, അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ഒരു സമൂഹം അങ്ങനെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബഹിഷ്കരിക്കപ്പെട്ട് ഭക്ഷണമില്ലാതെ ഇല കഴിച്ച്, കാലികൾക്ക് കൊടുക്കുന്ന തീറ്റ കഴിച്ച്, കല്ല് കെട്ടിവെച്ച്, ഖന്തക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ റസൂലും സഹാബത്തും കിടങ്ങു കുഴിക്കുന്ന ആ യുദ്ധത്തിൽ പണിയെടുക്കാൻ അവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കല്ല് വയറിൽ കെട്ടിവെച്ച് കിടങ്ങ് കുഴിച്ച് ആ യുദ്ധം നടത്തിയ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. സമാനമായ അനുഭവം ഇന്ന് മണ്ണിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഇമാമ് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നനി അതാജബ്, പടച്ചവനാണ് ഞാനിതാ അത്ഭുതപ്പെടുകയാണ്. ഹൽ ഹാദിഹി ഉമ്മത്തുൽ ഫുതുഹാത്ത്, ഈ ഉമ്മത്താണോ ചരിത്രത്തിൽ വിജയങ്ങൾ നേടിയ ഉമ്മത്ത്? വലിയ വലിയ ശത്രുക്കളെ അറം പറ്റിച്ച, തരിപ്പണമാക്കിയ, പോരാട്ട വീരത്താൽ വിജയം വരിച്ച പാരമ്പര്യമുള്ള മുസ്ലിം ഉമ്മത്ത് ഇതാണോ? ഹൽ ഹാദിഹി ഉമ്മത്തു അബൂ ഉബൈദ, ഇതാണോ അബൂ ഉബൈദയുടെ ജനത? ഹൽ ഹാദിഹി ഉമ്മത്തു ത്വൽഹ വ ഉമർ, ഖുലഫാഉ റാഷിദീങ്ങളെ ഉമർ ഖത്താബിന്റെയും ധീരവീര ശൂര പരാക്രമിയായ സഹാബി ത്വൽഹയുടെയും ഒക്കെ ഉമ്മത്ത് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടോ? ഹൽ ഹാദിഹി ഉമ്മത്തു സലാഹുദ്ദീൻ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബിയുടെ യഹൂദരെ തറ പറ്റിച്ചിട്ട് ജെരൂസലേം ബൈത്തുൽ മഖ്ദിസ് വീണ്ടെടുത്ത സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഉമ്മത്താണോ ഈ ഉമ്മത്ത്? അൽ ഹാദിഹി ഉമ്മത്ത് അംറുൽ ആസ്, റോമ പേർഷ്യ സാമ്രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ച അംറുൽ ആസിന്റെ ഉമ്മത്താണോ ഈ ഉമ്മത്ത്? അപ്പൊ ഇത്ര വലിയ പാരമ്പര്യമുള്ള ഒരു ഉമ്മത്ത്, ഇങ്ങനെ ഒരു ജനത നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ അത്തരം ഒരവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് അപ്പറയുന്ന ഉമ്മത്തിന്റെ ബാക്കിയാണെന്ന് ചോദിക്കുകയാണ്. ഫീ സമനിൽ ബിത്രൂലി വഫീ സമനിൽ ഇക്തിസാദിൽ ലത്തി തബാഹാ ബിഹി ദുവലുൽ അറബിയ, ഈ പെട്രോൾ ഡോളറിന്റെയും സാമ്പത്തികമായ മികവിന്റെയും വലിയ ഐശ്വര്യപൂർണമായ ജീവിത സംവിധാനങ്ങളുടെയും ആളുകളായി മേനി നടിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫീ സമനി ശിറാഇൽ ലാഇബിന ബിമില്യാറാത്തി ഡോളറാത്ത്, എത്രയോ മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് വലിയ വലിയ കളിക്കാരെ വിലക്കെടുത്തിട്ട് ജയിക്കാൻ കളിപ്പന്തയത്തിൽ ഇറങ്ങുന്ന അറബ് തമ്പുരാക്കന്മാരുടെ ലോകത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം മർമ്മമാണ്. എത്രയോ മില്യൺ കണക്കിന് ഡോളറുകൾ കൊടുത്ത് കളിക്കാരെ വാങ്ങിയിട്ട് തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തി രാജ്യത്തിന് കളിപ്പിക്കുന്ന ആളുകളാണ്. അലാ തബ്ബൻ ലികുല്ലി ആലമൽ ഹഖീർ, നിസ്സാരന്മാരായ നിങ്ങളുടെ ലോകത്തിന് നാശം മാത്രമാണ് സംഭവിക്കുക. യതസാഖിതൂന ഫി ശവാരി മിനൽ ജൂ, കാരണം ഈ മനുഷ്യർ വിശപ്പ് കൊണ്ട് റോഡിൽ മരിച്ചു വീഴുകയാണ്. യമൂതൂന ഖുദ്ലാന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വഞ്ചനയുടെ ദുരന്ത ഫലം അവർ അനുഭവിക്കേണ്ടിവരാണ്. നിങ്ങൾ ഫിലസ്തീനെ ഒറ്റുകൊടുത്തിട്ട് സയനിസ്റ്റ് ലോബിയുടെ കൂടെ കൂടി കളിച്ച ആ ചതിയുടെ ഫലമായിട്ട് ഈ മനുഷ്യരിങ്ങനെ വിശപ്പ് കൊണ്ട് റോഡിൽ മരിച്ചു വീഴുന്ന ഈ ചതിയില്ലേ, ഈ ചതിക്ക് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടാതിരിക്കില്ല. അയിനൽ ഹുക്കാമു ഹാദിൽ ഉമ്മ, ചോദിക്കാണ് ഈ ഉമ്മത്തിന്റെ ഭരണാധികൾ എവിടെ? അയിന ഹുക്കാമുൽ അറബിയ, അറേബ്യൻ ഭരണാധികൾ എവിടെയാണ്? അൽ ഖുദ്ലാനു അസ്അബു മിനൽ ജൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ ഈ കാണിക്കുന്ന ചതി ഉണ്ടല്ലോ അത് ഏറ്റവും ക്രൂരമാണ്. ഈ ആളുകൾ അനുഭവിക്കുന്ന വിശപ്പിനേക്കാൾ ക്രൂരമാണ്, ഇവർ അനുഭവിക്കുന്ന മരണത്തെക്കാളും ക്രൂരമാണ്. 30,000 ആളുകൾ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടു. എത്രയോ ഇരട്ടി ആളുകൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അംഗഭംഗം സംഭവിച്ചും പരിക്ക് പറ്റിയും
അത്തരം അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരവസ്ഥയിൽ ഈ മുസ്ലിം സമുദായം എത്തിപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചലനവും ഉണ്ടാകും വിധം നിങ്ങളുടെ മനസ്സ് സ്വാധീനിക്കപ്പെടുന്നില്ലേ എന്ന് അദ്ദേഹം വളരെ വേദനയോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൻ തഹ്ദമൽ കഅബത ഹജറൻ ഹജറ, കഅബയെ കഷ്ണം കഷ്ണമായി ഇടിച്ച് നിരപ്പാക്കി തകർക്കുക എന്നതുപോലും അഹ്വനു ഇൻദല്ലാഹി മിൻ ദമിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ രക്തത്തെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ നിസ്സാരമാണ്. നിങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബയില്ലേ, ഹാദിമുൽ ഹറമൈൻ, രണ്ട് ഹറമിന്റെയും സംരക്ഷകരായി അവകാശപ്പെടുന്ന നിങ്ങൾ കൊണ്ടു നടക്കുന്ന പരിചരിക്കുന്ന കഅബയുടെ കല്ലുകൾ കഷ്ണം കഷ്ണമായി തകർന്നാൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ വിലമതിക്കുക മുസ്ലിം കൊല ചെയ്യപ്പെടുന്നതാണ്, മുസ്ലിമിന്റെ രക്തമാണ്. ഒരു മുസ്ലിം അന്യായമായി കൊല ചെയ്യപ്പെടുക എന്നത് അള്ളാഹു വളരെ ഗൗരവമായി കാണുന്നു. അത്ര ഗൗരവം കഅബയുടെ കല്ലുകൾ കഷ്ണം കഷ്ണമായി പൊടിച്ചിട്ടാൽ പോലും അള്ളാഹുവിന് മുമ്പിൽ ഉണ്ടാവില്ല എന്ന് ഇത്ര കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം, മൻ ആദാ മുസ്ലിമൻ ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി ഒരു മുസ്ലിമിനെ ഒരാൾ ഉപദ്രവിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ഭവനത്തെ തകർത്തവനെ പോലെയാണ്. തമ്പുരാന്റെ ഭവനം തകർക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് അന്യായമായി ഒരു മുസ്ലിം കൊല ചെയ്യപ്പെടുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി, റസൂലുള്ളാഹി പറയുന്നു വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവനാണ് സത്യം. ഒരു വിശ്വാസിയെ കൊല ചെയ്യുക എന്നത് ഈ ദുനിയാവ് മൊത്തം ഇല്ലാതാകുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ആഴം ഗൗരവമുള്ള കാര്യമാണെന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ മുസ്ലിമിന്റെ രക്തത്തിന്റെ പവിത്രതയെ സ്വന്തം സഹോദരന്മാർ അന്യായമായി മരിക്കേണ്ടി വരുന്ന, കൊല ചെയ്യപ്പെടേണ്ടി വരുന്ന, ജീവിത നിഷേധം അനുഭവിക്കേണ്ടി വരുന്ന, അവകാശങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗൗരവമായി കാണാൻ കഴിയുന്നില്ല? അദ്ദമു തുറാഖുൽ അൻഹാരി ഫി ശവാരി ഗസ്സ, ഗസ്സയുടെ റോഡുകളിൽ വെള്ളം ഇങ്ങനെ രക്തം ഇങ്ങനെ ചാലിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചലിക്കുന്നത്? ഇന്ന സുആല യൗമൽ ഖിയാമ, അദ്ദേഹം പറയാം, നിശ്ചയമായും ഖിയാമ നാളിൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. സഅഖിഫു യൗമൽ ഖിയാമ, ഞാൻ നാളെ എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹം പറയാം, ഖിയാമ നാളിൽ ഞാൻ ഉണ്ടാകും നിങ്ങളുടെ മുമ്പിൽ. യൗമൽ മഹ്ശരി വൽ മൻശർ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ നാളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. യൗമ ലാ യലിഉ അൽ അദ്ൽ, അന്ന് നീതി ഒരിക്കലും നഷ്ടപ്പെടില്ല, നിഷ്ഫലമാവില്ല. നീതി ലഭ്യമാകുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ എഴുന്നേറ്റ് വരും നിങ്ങളുടെ മുമ്പിൽ. ഈ 30,000-ൽ 14,000 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് സൂറത്ത് തക്വീറിൽ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ മണ്ണിൽ കുഴിച്ചു മൂടുന്ന കാടൻ അറബിയുടെ തെറ്റായ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഭാഗത്ത് ഖുർആൻ പറഞ്ഞ ആയത്താണ് വഇദൽ മൗഊദതു സുഇലത്. ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും, അവളോട് ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, പൊന്നെ എന്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത്? ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന പാടാ. അന്ന് ജാഹിലിയ കാലത്ത് പെൺകുഞ്ഞാണ് ജനിച്ചെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. അങ്ങനെ കുഴിച്ചു മൂടുന്ന പലരും ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്, ഒറ്റയും തറ്റയുമായി. അന്നൊരു സമ്പ്രദായമായിരുന്നു. അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ച ഖുർആന്റെ ഉത്ബോധന വൈദൽ മൗഊദ് സൂലത്ത്, ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത്? എങ്കിൽ ഈ അന്ന് ഇത്ര ക്രൂരമായ ഒരു പെൺകുഞ്ഞ് കുഴിച്ചു മൂടപ്പെടുന്ന ക്രൂരതക്കെതിരെ ശക്തമായി ശബ്ദിച്ചു ഖുർആനെങ്കിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന, കുഴിച്ചു മൂടപ്പെടുന്ന, ജീവിക്കാൻ കഴിയാത്ത വിധം അംഗഭംഗം വന്നവരായി, കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിക്കാതെ 6 വയസ്സുകാരി 3 വയസ്സുകാരനെയും 1 വയസ്സുകാരനെയും പോറ്റുന്ന സ്ഥിതിവിശേഷമുള്ള ഗസ്സയിലെ ഈ കുഞ്ഞുങ്ങൾ നാളെ എഴുന്നേറ്റ് വരും. അവരോടെല്ലാം ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല ചെയ്യപ്പെട്ടത്? ചോദിക്കപ്പെടും. എങ്കിൽ അതിന് ഉത്തരം പറയേണ്ട കൂടെ നിങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്റെ മുമ്പിൽ കാണുന്ന കാഴ്ചയെ സഹിക്കവയ്യാതെ പൊട്ടിത്തകർന്ന പള്ളി മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കാം. ഏറെ ബഹുമാനനായ പണ്ഡിതൻ, ഹെബ്രോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത, PhD എടുത്ത
ദാഇ പ്രബോധകനായ ഫിലിസ്തീൻ പണ്ഡിതൻ ഷെയ്ഖ് യൂസുഫ് സാഹിബ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അദ്ദേഹം പറയുന്നത് ഇന്ന കാന ഫീകും ബഖിയത്തുദ്ദീനി വറജൂല, നിങ്ങളിൽ ഇനിയെങ്കിലും ഇത്തിരി ദീനും റജൂല പുരുഷത്വവും പൗരുഷവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഫതഹറകു ചലിക്കിനടോ, ഇനിയെങ്കിലും ഇളക്. ആ ചോദ്യം മർമ്മമുള്ള ചോദ്യമാണ്. ഈ ഉദ്ധരണം നിർബന്ധമാണ്, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ഇൻ കാന ഫീകും ബഖിയത്തുദ്ദീൻ, ഇനിയും ഇത്തിരിയെങ്കിലും ദീൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ, വറജൂലത പൗരുഷം ആണത്തം എന്നൊന്ന് അവശേഷിക്കുന്നെങ്കിൽ ഫതഹറകു, നിങ്ങൾ ചലിക്കിനടോ, ഇനിയും ഇളകാതിരിക്കുന്നത്. അല്ല, ഇനിയും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വൽബസൂ ലിബാസൻ നിസ, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം അഴിച്ചു പെണ്ണുങ്ങളെ വസ്ത്രം ധരിക്ക്. ഫഇന്ന ഫീ ലിബാസിൻ നിസാഇ റുജൂല വദീന, എന്നാൽ നിങ്ങൾ അറിയണം, പെണ്ണുങ്ങളുണ്ടല്ലോ അവരുടെ വസ്ത്രത്തിലുമുണ്ടോ ആണത്തം, ആണത്തമുള്ള പൗരുഷമുള്ള പെണ്ണുങ്ങളുണ്ട്. തെറ്റിനോട് പ്രതികരിക്കുന്ന, തിന്മയോട് പ്രതികരിക്കുന്ന ആ പെണ്ണുങ്ങളെ പോലും അത്ര പോലും എത്താത്ത നിങ്ങൾ ഈ വസ്ത്രം മാറി പെൺവസ്ത്രം ധരിച്ചേക്ക്. ഫഇന്ന ലിബാസൻ നിസാഇ റജൂലത്തും വദീന തഫൂഖു റജൂലതകും വദീനകും, നിങ്ങളുടെ ദീനിനേക്കാളും നിങ്ങളുടെ ആണത്തത്തെക്കാളും അതിജയിക്കുന്ന ആണത്തവും ദീനുമുള്ള സ്ത്രീകളുണ്ട്. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വസ്ത്രം മാറ്റി ഈ പെണ്ണുങ്ങളെ വസ്ത്രങ്ങൾ ധരിക്ക്. മർമ്മത്തിൽ കൊള്ളുന്ന വർത്താന. അദ്ദേഹം ഇപ്പൊ ഇതാ അവർ വീണ്ടും ചുമരുകൾ പണിയുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈജിപ്തിന്റെ അതിർത്തിയിൽ പുതിയ ചുമര് പണിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫിലിസ്തീനും അപ്പുറത്തേക്ക് വരാൻ പാടില്ല. ഇപ്പുറത്താണെങ്കിൽ നേരത്തെ ഇസ്രായേൽ വലിയ മതിൽ പണിത് വെച്ചിരിക്കാം. അങ്ങനെ മതിലുകൾക്കിടയിൽ മനുഷ്യരെ ഇങ്ങനെ ജീവച്ചവങ്ങളാക്കി കൊന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ കുഫറിന്റെ നിഫാഖിന്റെ ലക്ഷണമാണ്. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. ഇന്നൽ കുഫ്റ വൻ നിഫാഖ ഫീ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നാടിൽ നിഷേധവും കാപ്പട്യവും അരങ്ങുവാണ് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ തൗഹീദിനെ കുറിച്ച്. അങ്ങനെയാണല്ലോ തൗഹീദിന്റെ വിഷയത്തിൽ വലിയ വർത്തമാനം പറയുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെയുള്ള നാടുകളായത്. അതിനെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപഹാസ്യത്തിൽ പറയൂലൊക്കെ, അവർ നിങ്ങളോട് പറയും, ആര്? ഈ പറയുന്ന പണ്ഡിതന്മാർ, ഇതിനെതിരെ ശബ്ദിക്കാത്ത പണ്ഡിതന്മാർ, ഈ ആളുകൾക്ക് നീട്ടി ദുആ ചെയ്യാൻ പോലും തയ്യാറില്ലാത്തവർ, ഇത്തരം ഒരു വലിയ ദുരന്തം വന്ന് ഭവിച്ചപ്പോഴും നാസിലത്തിന്റെ കുനൂത്ത് സുന്നത്താണ് എന്നിരിക്കെ അതുപോലും ചെയ്യാത്തവർ, ഒരു ഖുത്വ പോലും ഇവർക്ക് വേണ്ടി നടത്തിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലെ പ്രാർത്ഥനയെങ്കിലും അവർക്ക് സ്വതന്ത്രമായി കിട്ടാൻ സഹായിക്കാത്തവർ, അവരെ കുറിച്ച് ഷെയ്ഖ് യൂസുഫ് പറയാ, യഖൂലനക, അവർ നിങ്ങളോട് പറയും, ഇദാ സുഇൽത ഐനല്ലാഹ്, നിങ്ങളോട് അല്ല എവിടെ എന്ന് ചോദിച്ചാൽ, അവർ നിങ്ങളോട്, നിങ്ങൾ അറബ് നാട്ടിൽ പോയാൽ, ഈ പറയുന്ന സലഫി സംവിധാനത്തിലേക്ക് ചെന്നാൽ, അവർ നിങ്ങളുടെ അല്ല എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ അല്ലാഹ് ഫിസ്സമാ എന്ന് പറഞ്ഞോളണം. അല്ലാതെ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ നിങ്ങൾ കാഫിറാണ് അവിടെ കണ്ണിൽ. അങ്ങനെയാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലായിടത്തും തമ്പുരാന്റെ നോട്ടവും കണ്ണും ദർശനവും എത്തുന്നുണ്ട്. പക്ഷെ പറയുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞ വാശി പിടിക്കുന്ന കൂട്ടര, ആ വാശി അദ്ദേഹം പരിഹസിക്കുക. നിങ്ങളോട് അവർ ഐനല്ല, അല്ല എവിടെ ചോദിച്ചാൽ ഫലം തക്കുൽ അല്ലാഹു ഫിസ്സമാ, അല്ല ആകാശം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഫഅൻത കാഫിറുൻ, അവരുടെ കണ്ണ് നിങ്ങൾ കാഫിരിങ്ങളാ. അത്തൗഹീദ്, അത്തൗഹീദ്, ഇതാണ് അവർ പഠിപ്പിക്കുന്ന തൗഹീദ്. എന്നതും ചോദിക്കുക, അലൈസ മിനത് തൗഹീദി, നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ തൗഹീദിൽ പെട്ടിട്ടില്ലേ? ഈ തൗഹീദിൽ ഉള്ളടങ്ങില്ലേ? ഉൾപ്പെടില്ലേ? അൻ തഖ്ശല്ലാഹ അക്സറ മിൻ ഖശ്യതികൽ മലിക വശുർതി, നിങ്ങൾ രാജാക്കന്മാരെയും പോലീസുകാരെയും പട്ടാളക്കാരെയും ഭയപ്പെടുന്നതിനേക്കാൾ അള്ളാഹനെ ഭയപ്പെടുന്ന ഈ തൗഹീദ് പഠിപ്പിക്കില്ലേ? ആ തൗഹീദ് പഠിപ്പിക്കുന്നില്ലേ? നിങ്ങൾ തമ്പുരാനെയാണ് ഭയപ്പെടേണ്ടത്. ഈ ഭരണാധികാരികളെയല്ല, സയനിസത്തെയല്ല, ഫാഷിസത്തെയല്ല, നാസിസത്തെയല്ല. നിങ്ങൾ ഭയപ്പെടുന്നത് പടച്ചവനെയാണെന്ന്. നിങ്ങൾ രാജാക്കന്മാരെ തൗഹീദിന്റെ ആളുകളായി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പണ്ഡിതന്മാരെ നിങ്ങൾ തൗഹീദ് ചോദിച്ചിട്ട് അല്ലാഹ് ആകാശത്താണെന്ന് മറുപടി പറയാൻ നിർബന്ധിക്കുന്ന, അതിനപ്പുറത്ത് വല്ലതും പറഞ്ഞാൽ പറഞ്ഞവൻ കാഫിർ എന്ന് പറയുന്ന നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ തൗഹീദിൽ അള്ളാഹുവിനെയാണ് ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് പഠിപ്പിച്ചിട്ടില്ലേ? ആ അല്ലാഹു അലൈസല്ലാഹുൽ അലീം, ആ അല്ലാഹ് ഏറ്റവും ഉഗ്രപ്രതാപിയല്ലേ? ഖാലിഖു കുല്ലി ഷൈൻ, എല്ലാവരും സൃഷ്ടിച്ചവനല്ലേ ആ അല്ലാഹു? ബിയദിഹി മഖാലീദു കുല്ലി ഷൈൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമാവകാശം, അതിന്റെ മുഴുവൻ താക്കോലുകളും ആണിക്കല്ലും അവന്റെ കയ്യിലല്ലേ? എന്നിട്ട് അതഖ്ശൗനഹും, നിങ്ങൾ ഇവരെയാണോ, ഈ പറയുന്ന ഭരണാധികാരികളെ, ഈ പറയുന്ന നാട് ഭരിക്കുന്ന ലോകം കീഴടക്കിയ ആളുകളെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹും, നിങ്ങൾ ഏറ്റവും ഭയപ്പെടാൻ യോഗ്യനുള്ള അല്ലാഹയല്ലേ? ഇതെന്തേ നിങ്ങളുടെ തൗഹീദിൽ വരാത്തത്?
നിങ്ങളുടെ തൗഹീദിൽ ഈ വിഷയമില്ലേ? എന്നിട്ട് സൂറ അത്തൗബ 13-ാം വാക്യം ഓതി കേൾപ്പിക്കുന്നു. ആ സൂക്തം ഇങ്ങനെയാണ്: അലാ തുഖാതിലൂന ഖൗമൻ നകസു ഐമാനഹും. നിരന്തരമായി കരാറുകൾ, പ്രതിജ്ഞകൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? ഐക്യരാഷ്ട്രസഭ പാസാക്കിയ 300-ലധികം കരാറുകൾ ലംഘിച്ചവർ, ഇന്നും നിരന്തരമായി മനുഷ്യ ഹത്യക്കെതിരെ പാസാക്കപ്പെടുന്ന എല്ലാ കരാറുകളും വീറ്റോ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഈ ലോബിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? വഹമ്മു ബിഇഖ്റാജി റസൂൽ. അന്ന് കാലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ തിരുനബിയോടുള്ള പ്രതിജ്ഞകൾ ലംഘിച്ച് റസൂലിനെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലിറങ്ങിയ ആയത്താ. അത് നമ്മുടെ ഈ കാലത്തെ ഈ പ്രശ്നം ശരിക്കും മർമ്മമുള്ള ആയത്താണ്. അതുകൊണ്ട് വഹമ്മു ബിഇഖ്റാജി റസൂൽ, റസൂലിനെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടരാണവർ. അങ്ങനെയുള്ള ആ കൂട്ടർ നിരന്തരമായി ഖരാർ ലംഘിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യുന്നില്ല? വഹും ബദഊകും അവ്വല മറ. കരാർ ലംഘനവും ഈ അന്യായവും ആദ്യം അവരല്ലേ തുടങ്ങി വെച്ചത്. ഫിലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച അതേ ലോബി, അമേരിക്കൻ, ബ്രിട്ടൻ, യൂറോപ്യൻ ലോബി, അവര് ചെയ്തു വെച്ചതായി പണി അവരാ തുടങ്ങിയത്. അവരാണ് എല്ലാ കരാറും ലംഘിച്ചത്. അതഖ്ശൗനഹും, നിങ്ങൾ അവരെയാണ് ഭയപ്പെടുന്നത്. ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു, നിങ്ങൾ ഭയപ്പെടേണ്ട യോഗ്യൻ അല്ലയല്ലേ? വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഇവരെയൊന്നുമല്ല ഭയപ്പെടുന്നത്, അല്ലാഹുവിനെയാണെന്ന് സൂറ തൗബയിലെ 13-ാം സൂക്തം. അന്ന് റസൂലിനെ കൊല്ലാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ തീരുമാനിച്ച കൂട്ടർ കാണിക്കുന്ന അന്യായത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം, മക്കയിൽ വെച്ചേ ആഹ്വാനം നൽകിയ അതേ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ഇന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ട് ഈ മഹാപണ്ഡിതൻ തന്റെ കൺമുമ്പിൽ കണ്ട ദുരന്തത്തിന്റെ നേർചിത്രം നമ്മൾ വരച്ചു കാണിക്കും. കഴിഞ്ഞ ആഴ്ച നടന്ന ഖുത്ബകളാണ് ഇതൊക്കെ. ഒരു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ മിമ്പറിൽ ചർച്ചയാണ്. നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മിമ്പറിൽ ചർച്ച ചെയ്യാൻ നമുക്ക് രാഷ്ട്രീയമാണ്. ഇതാണ് അവരും നമ്മളെ വ്യത്യാസം. ഈ വ്യത്യാസം, ദുരന്തം അനുഭവിക്കാതെ മുസ്ലിം സമുദായം നടന്നു നീങ്ങില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജോർദാനിലെ രാജാവിനെ വിളിച്ചുകൊണ്ട് ഷെയ്ഖ് യൂസുഫ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാചകന്റെ പിന്മുറക്കാരനും കുടുംബക്കാരനും മേനി നടിക്കുന്നവരല്ലേ? ജോർദാൻ രാജാവ് ഹാഷിമി കുടുംബക്കാരനാണെന്നാണ് പറയാം. ജോർദാൻ സന്ദർശിച്ച ആളുകൾക്കറിയാം, ആ രാഷ്ട്രത്തിന്റെ പേര് തന്നെ ഹാഷിമിയ എന്ന പേരുണ്ട്. നിങ്ങൾ പ്രവാചക കുടുംബത്തിലെ ആളെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ല? ഇതാണോ നിങ്ങൾ പഠിച്ച ഇസ്ലാമിന്? ഓരോ ഭരണാധികാരിയും വിളിച്ചു സംസാരിക്കാം. സൽമാൻ രാജാവിന്റെ മകനെ വിളിച്ചിട്ട് സൽമാൻ, മുഹമ്മദ് ബിൻ സൽമാൻ, സൗദി അറേബ്യയിലെ വിളിച്ചിട്ട് പറയാ, യാ ഹാമിൽ ഹറമൈൻ, രണ്ട് ഹറമിന്റെയും സംരക്ഷകരായി മെനി നടിക്കുന്നവരെ, നിന്റെ കയ്യിൽ ലക്ഷങ്ങൾ വരുന്ന പട്ടാളമില്ലേ, അവരെ ഈ വിഷയത്തിനൊക്കെ ഒരുക്കി നിർത്താൻ കഴിയുമോ? ഉപയോഗിക്കാൻ കഴിയുമോ? ഫഹൽ തൻതഖിമു അഗ്റാദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ നിനക്ക് പറ്റുമോ? എന്തുകൊണ്ട് നിനക്ക് പറ്റുന്നില്ല? അദ്ദേഹം ചോദിക്കുന്നു, അൻത ഖാഇദു മില്ലത്തി തൗഹീദ്, നീയും നിന്റെ പിതാവുമാണല്ലേ തൗഹീദിന്റെ കാവൽക്കാർ, അതിനെ നടത്തിപ്പുകാർ. മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയാത്ത നിങ്ങൾ എന്ത് തൗഹീദിന്റെ ആളുകളാണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു സൽമാൻ, ഈ പറയുന്ന മുഹമ്മദ് സൽമാൻ, മുസ്തഖിലും ലിമുഅന്നിയത്തി ഉസ്ത്രാലിയ, ആസ്ട്രേലിയയിലെ ഒരു പാട്ടുകാരുടെ നൃത്തത്തിന് മുമ്പിൽ ഇരിക്കുകയാണ് അവനെന്ന്. അന്ന് ഇപ്പോൾ പുതിയ സൗദി അറേബ്യയിൽ കേബറെ നൃത്തം ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പരിപാടി റിയാദിൽ നടക്കുക. അവിടെ വന്ന തുണിയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്ന പെണ്ണിന് മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കുന്ന തമ്പ്രാക്കന്മാർ ആ അപഹാസ്യത്തെ, പരിഹാസത്തെ, ആ വൃത്തികേടിനെ കൃത്യമായി അദ്ദേഹം പറയാൻ, ഇവരവിടെ പാട്ടുകാർ, ആസ്ട്രേലിയ പെണ്ണിന്റെ പാട്ടിന് മുമ്പിൽ അവർ റുക്കൂവിലും സുജൂദിലും കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് പാട്ടുപാടി നൃത്തം ചെയ്ത് അത് വലിയ ആഘോഷമായി കഴിഞ്ഞിട്ട് അത് നാട്ടിലേക്ക് പോയിട്ട് കത്തെഴുത്തര, കത്തിനെ കുറിച്ച് പറയുന്ന ഖുത്ബയിൽ, ആസ്ട്രേലിയക്കാരിയായ ഈ പാട്ടുകാരി സൽമാൻ കത്തെഴുതി. എന്താ കത്ത്? ഇന്നബ്ന സൽമാൻ ദഅാനി മറത്തൻ ഉഖ്റ. ആ കത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുക. കത്തിൽ ആ സ്ത്രീ പറയാൻ, ഇബ്നു സൽമാൻ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചിരിക്കുന്നു, ലി ഉഗന്നി സാനിയതൻ തിൽകൽ ബില, ആ നാട്ടിൽ ഒന്നുകൂടി പാടാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഹാദാ യദുല്ലു അലാ നജാഹി ഫിൽ മറത്തിൽ ഉല, ഞാൻ വിജയിച്ചു എന്നതിന്റെ അടയാളമാണ് ഇത് എന്നാണ്. അങ്ങനെ തുണിയില്ലാതെ അരങ്ങ് പാടുന്ന ഇത്തരം സാധനങ്ങളുടെ മുമ്പിൽ റുക്കുവും സുജൂദും ചെയ്തുകൊണ്ട് അവരെ കൊണ്ടു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഈ പറഞ്ഞ തമ്പുരാക്കന്മാരുടെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട്
അവരിപ്പോൾ എത്തിപ്പെട്ട ദുരാവസ്ഥയെ കൃത്യം വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന കമന്റ് നജഹത്തിൽ ഈ തുണിയില്ലാതെ നിർത്തുന്ന പെണ്ണ് വിജയിച്ചു. കാരണം അവളുടെ മുമ്പിൽ ഇവരിതാ ആയുധം വെച്ച് കീഴടങ്ങി. എന്നിട്ട് അദ്ദേഹം ഇവരാണ് കേട്ടോ ഷെയ്ത്താന്റെ പാർട്ടി, ഇവരിപ്പോൾ ഷെയ്ത്താന്റെ പാർട്ടിയായി മാറി. കുല്ലുഹും യന്തമൂന ഇലാ നെതന്യാഹു, ഇവരൊക്കെ നെതന്യാഹുവിന്റെ കുടുംബക്കാരാ. വളരെ കൃത്യമായി അദ്ദേഹം പച്ചക്ക് പറയാ. ഈ വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ബോധപൂർവം ആ ഖുത്ബയിലെ ഉദ്ധരണം പറയാ. വേണ്ടവർക്ക് ഈ ഖുത്ബയുടെ ലിങ്ക് തരാം. ഇവർ നെതന്യാഹുവിന്റെ കുടുംബക്കാരാ. കുല്ലുഹും മിൻ അബിൻ വ ഉമ്മിൻ വാഹിദ, ഇവരൊക്കെ ഒരേ ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളാ. അങ്ങനെയാണ്. അപ്പുറത്തെ ഈജിപ്തിലെ സിസി അവന്റെ ഉമ്മ യഹൂദിയ. മുമ്പ് ഖിലാഫത്തിനെ ഇല്ലാതാക്കിയ കമാൽ അത്താതുർക്ക് യഹൂദന. ഇപ്പുറത്തെ മഹമൂദ് അബ്ബാസ് യഹൂദന. ഇവിടെ സൽമാൻ, മുഹമ്മദ് ബിൻ സൽമാന്റെ ഉമ്മ യഹൂദിയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയാം ഇതൊക്കെ ഒരേ കുടുംബ. കൃത്യമാണ്. ഇത് അറിയാതെ ഇനി മുസ്ലിം സമൂഹം മുന്നോട്ട് പോവണ്ട. ആരുടെ പിറകിലാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്ന തൗഹീദ് ഒരുമിച്ച് തുടങ്ങിയ ആ ആളുകൾ വലിയ വഞ്ചകന്മാരാണ്. ആ വഞ്ചന ഒരു സമൂഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം കൃത്യമായിട്ട് ലൈസലഹും അലാഖത്തും ബിൽ ഇസ്ലാമി വലാ ബിദ്ദീൻ, അവർക്ക് ഇസ്ലാമിനോട് ദീനോട് ഒരു ബന്ധവുമില്ല. കുല്ലു കലാമിൻ ഹാദാ യുഖാലു ഫഹുവ കലാമുൻ ജൗഹാ, അവർ പറയുന്ന ഒരു വർത്തമാനത്തിലും മർമ്മലെല്ലാം പൊള്ളയായ വർത്തമാനമാണ്. അതുകൊണ്ട് ഫഖൂമു അലാ ഹാദൽ മുജ്രിമീൻ, ഈ കുറ്റവാളികളായ ഭരണാധികൾക്കെതിരെ നിങ്ങൾ ഇത്തിരെങ്കിലും ഈമാനിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആ നാട്ടിലെ പണ്ഡിതന്മാരെ അദ്ദേഹം കൃത്യമായി ഉത്ബോധിക്കും. യാ അബ്ദുൽ ഫത്താഹ് സിസി, ഇതിലെ സിസി പറയാ, അബ്ദുൽ ഫത്താഹ് സിസി ഫഇൻ കുൻത മുസ്ലിമൻ തന്തമി ഇലാ ഉമ്മത്തി മുഹമ്മദ്, നീ മുസ്ലിം ആണെങ്കിൽ മുഹമ്മദിന്റെ ഉമ്മത്തിന്റെ പ്രശ്നത്തിലേക്ക് നീ ഇടപെടാൻ വാ. ഫഇൻ കുൻത മുസ്ലിമൻ, നീ മുസ്ലിം ആണെങ്കിൽ ഫതഹറക്, ഇനിയെങ്കിലും ചലിക്കടോ എന്ന് അദ്ദേഹം മുസ്ലിം രാജ്യത്തിലെ സൈനികർ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളോട്, സൈനികരോട് പറഞ്ഞു. അയ്യുഹൽ ജുയൂഷ്, അല്ലയോ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ആളെ, ഇൻകാന ഫീകും ബഖിയത്തുദ്ദീനി വറുജൂല, നിങ്ങൾ ഇത്തിരിയെങ്കിലും ദീനും പൗരുഷ അവശേഷിക്കുന്നെങ്കിൽ ഫതഹറഖു, നിങ്ങളും ചലിക്കുവിൻ. അല്ലെങ്കിൽ ഫഖലഹു ലിബാസകും ഫൽബസു ലിബാസൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പട്ടാള വേഷം അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ സ്ത്രീകളുടെ വേഷം തണിയുവിൻ, അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. ഇത്രയും പറയുമ്പോ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ പട്ടാള വേഷം ധരിച്ചാൽ ആണത്തുണ്ടാവണം, അത്രയെങ്കിലും പഠിക്കണ്ടേ. ഒരു അമേരിക്കക്കാരനായ 25 വയസ്സുകാരൻ, അവിടുത്തെ നേവൽ സിസ്റ്റത്തിലെ നാവികസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥ, വലിയ ശമ്പളം വാങ്ങുന്ന ഒരു അമേരിക്കൻ സ്വദേശി ചെറുപ്പക്കാരൻ, നന്നായി ജീവിക്കാൻ പറ്റുന്ന എല്ലാം കയ്യിലുണ്ട്. പക്ഷേ പെട്രോളുമായിട്ട് പട്ടാള വേഷം നടന്നു വരിക, അത് മനസ്സിലാക്കുമ്പോഴാണ് നേരത്തെ ഉദ്ധരണത്തിന് വില മനസ്സിലാവുക. നിങ്ങൾ പട്ടാള വേഷം ധരിച്ചവരാ, ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ തീറ്റിപ്പോറ്റുന്ന ഈ തമ്പ്രാക്കന്മാർ, നിങ്ങളെ ഒന്നിലും അഴിച്ചു വെച്ചിട്ട് പെണ്ണുങ്ങളെ വസ്ത്രം ധരിക്കണോ എന്ന് പറയുമ്പോൾ അതൊരു വെറും പരിഹാസമല്ല, ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുടെ മുമ്പിൽ കൃത്യമായ പ്രതികരണമാണ്. ഈ പട്ടാളക്കാരനായ ചെറുപ്പക്കാരൻ ഇസ്രായേൽ എംബസിക്ക് മുമ്പിലേക്ക് നടന്നു വരാം. ലൈവ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഈ തുറന്നു പിടിച്ച പെട്രോളിന്റെ ബോട്ടിൽ കൈപിടിച്ച് നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വ്യത്യസ്തമായ പ്രതിഷേധം നടത്താം. എന്റെ പ്രതിഷേധം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല, സ്വാധീനം, പക്ഷെ എനിക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എംബസിയുടെ കവാടത്തിനുള്ളിൽ പോയിട്ട് ഈ ജനോസൈഡിൽ, ഈ വംശത്തിൽ, ഫിലസ്തീനിലെ കുഞ്ഞുങ്ങൾ കൊന്നുകളുന്ന വംശത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ശരീരത്തിൽ ഈ ഇന്ധനം ഒഴിച്ച് തീ പടർത്തി തീ കത്തിയാളി അവസാനം ആ വ്യക്തി വീഴും വരെ ഫ്രീ പാലസ്റ്റൈൻ മുദ്രാവാക്യം, ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ, ഈ ജനങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ആത്മാഹുതി നടത്തി. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒട്ടും ഇസ്ലാമികമായ മാനുഷികമായ അലിവില്ലെന്ന് ഭയക്കണം, പടച്ചവനെ കുറിച്ച് ഭയമില്ലെന്ന് പേടിക്കണം. ഞാൻ എന്നോട് പറയാം, നിങ്ങൾ കേൾവിക്കാർ മാത്രം. ഈ രാജ്യത്ത് ഫലസ്തീൻ നടക്കുന്നതിനെ കുറിച്ച് നമുക്കൊട്ടും വേവലാതിയില്ല. ഈ പറഞ്ഞ തമ്പുരാക്കന്മാർക്ക് വേവലാതിയില്ലാത്തതുപോലെ, അവിടുത്തെ പണ്ഡിതന്മാർക്ക് വേവലാതിയില്ലാത്തതുപോലെ, അവർ തീറ്റിപ്പുന്ന പട്ടാളക്കാർക്ക് വേവലാതിയില്ലാത്തതുപോലെ അത്തരം ഒരവസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ പട്ടാളക്കാരൻ അങ്ങനെ സ്വയം തീയിൽ വെന്ത് മരിച്ചു വീണു. അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾ അറിയണം, മരണപ്പെടുന്നതിന് ഈ തീരുമാനം എടുത്ത അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും ഫിലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. ഇതൊരു അമേരിക്കക്കാരനാണ്.
മുസ്ലിമല്ല, പരലോക വിശ്വാസമില്ലാത്ത ഒരാൾ ഇത്രയെങ്കിലും സാധ്യമാകുന്നു എങ്കിൽ അത്രമേൽ ഗുരുതരമാണ് സഹോദരന്മാരെ അവിടുത്തെ പ്രശ്നം. അതൊരു ചെറിയ വിഷയമല്ല. ആ നാട്ടിലെ നമ്മുടെ സഹോദരന്മാർ അനുഭവിക്കുന്ന പ്രശ്നം ചെറിയ പ്രശ്നമല്ല. അത് കണ്ണുള്ള മനുഷ്യനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് മനുഷ്യത്വമുള്ള മനുഷ്യനെ ഇങ്ങനെ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് മർജിദിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരു ദർശനത്തിന്റെ വക്താക്കൾ ഉപരോധത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ അവസ്ഥയെ തിരുനബിയുടെ കാലത്ത് മക്കി കാലത്ത് ഷീബ് അബീ തോലിബിന്റെ ഉപരോധം ചരിത്രമായി വായിച്ചറിഞ്ഞവർ, അതിന് സമാനമായി കല്ല് കെട്ടിവെച്ചും പുല്ല് പറിച്ചു തിന്നും മൃഗങ്ങൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിക്കാൻ നിമിത്തമാകുന്ന രീതിയിൽ ഇരകൾ പറിച്ചു നിന്നും മൃഗങ്ങൾക്ക് ഒരുക്കുന്ന തീറ്റ കൊണ്ട് അപ്പമുണ്ടാക്കി സ്വന്തം മക്കളെ പ്രയാസത്തോടെ തീറ്റുന്ന ഉമ്മമാരും അത് കഴിച്ചു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ലോകത്തെ കുറിച്ച് നമുക്കൊരു വേവലാതിയുമില്ല, അല്ലേ? എങ്കിൽ നമ്മൾ അറിയണം, അപ്പറയുന്ന അരോൺ ബുഷ്നൽ ഉണ്ടല്ലോ, അരോൺ ബുഷ്നൽ, ആ ചെറുപ്പക്കാരൻ നമ്മുടെ മുഖത്ത് തുപ്പിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആത്മാഹുതിയിലൂടെ ഈ വംശീയമായ ഉന്മൂലനത്തിന് പങ്കില്ലെന്ന് തെളിയിച്ചുകൊണ്ട് വംശീയതയ്ക്ക് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. സകല അറബി തമ്പുരാക്കന്മാരുടെ മുഖത്ത് തുപ്പിയിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. നാണമുള്ളവർക്കല്ല അത് മനസ്സിലാകൂ, നാണമില്ലാത്തവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവില്ല. പക്ഷെ നമുക്കെങ്കിലും മനസ്സിലാകണം, നമുക്കെങ്കിലും പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകണം. നമുക്കെങ്കിലും ക്രൂരമായ ഈ ലോകം നോക്കി നിൽക്കുന്ന ഈ അന്യായത്തിനെതിരെ ശക്തമായി ശബ്ദിക്കാൻ കഴിയണം. റമളാൻ മാസം വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. നിങ്ങൾ അറിയണം, മസ്ജിദുൽ അഖ്സ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളികൾ അലങ്കരിക്കുന്ന തിരക്കില്ല. നമ്മുടെ പള്ളികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെയും പെയിന്റ് അടിക്കാൻ പൈസ ഉണ്ടാക്കി മുന്നോട്ടുന്ന പണിയാണ് നമ്മൾ ചെയ്യുക. എവിടെയെങ്കിലും നമസ്കരിക്കാൻ ആവശ്യമുള്ള സ്ഥലമുണ്ടോ നോക്കിയിട്ടല്ല നമ്മളിപ്പോൾ പള്ളിക്ക് പൈസ കൊടുക്കുക. അങ്ങനെ പള്ളിയിൽ അഹങ്കരിക്കാൻ നമ്മൾ അറിയണം. നമ്മുടെ മൂന്നാമത് ഹറം ഉപരോധിക്കൊണ്ടൊരു മാസങ്ങളായി. അവിടെ ജുമുഅയില്ല. റമളാൻ മാസത്തിൽ നമസ്കാരം നടക്കാത്ത എല്ലാ ഗേറ്റുകളും യഹൂദൻ സീൽ ചെയ്ത് വെച്ചിട്ട് ആളുകളെ പ്രവേശിപ്പിക്കാത്ത അവസ്ഥ ഈ മൂന്നാമത് ഹറമിൽ സംഭവിക്കാനിരിക്കെ റമളാൻ മാസം വരുമ്പോ ഒരു ചലനവുമില്ല എവിടെയും. എങ്കിൽ നിങ്ങൾ അറിയണം, ഈ നമസ്കാരത്തഴമിന്റെ ബലത്തിൽ നമുക്ക് സ്വർഗം പോകാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമുള്ള ലോകമാണ്. ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം കാണാതെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ മുമ്പിൽ വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തമ്പുരാൻ വരുത്തി വെക്കുന്ന കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. നമുക്ക് ശക്തമായ ദേഷ്യമുണ്ടാവണം, ശക്തമായ പ്രതിഷേധമുണ്ടാവണം. നമ്മുടെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തണം. നമ്മൾ ഒരിക്കലും ഹിസ്ബു ശൈത്താനിൽ പെട്ടുപോകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ശൈത്താന്റെ ആളുകൾ. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു, ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ച ആളുകൾ, ശൈത്താൻ മേൽക്കൈ നേടിയ ആളുകൾ. ഫഅൻസാഹും ദിക്റല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങൾ ഓർമ്മ വരില്ല. ഫഅൻസാഹും, ഈ പിശാചർ മറപ്പിച്ചു ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ, അല്ലാഹുവിനെ കുറിച്ച് സ്മരണ. അവര് ദിക്ർ ചൊല്ലുന്നുണ്ടാവാം, തസ്ബീഹ് മാല കയ്യിൽ കിടന്ന് കറങ്ങുന്നുണ്ടാകാം. പക്ഷേ ഖുർആൻ പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ ഈ വക പാഠങ്ങൾ അവരെ ഉത്ബുദ്ധരാക്കുന്നില്ല. ഫഅൻസാഹും ദിക്റല്ലാഹ്, ആ പിശാച് അല്ലാഹുവിന്റെ സ്മരണയെ അവരെ മറപ്പിച്ചു കളഞ്ഞു. ഉലൈക ഹിസ്ബു ശൈത്താൻ, ഉലൈക ഹിസ്ബു ശൈത്താൻ, അവരാണ് ശൈത്താന്റെ പാർട്ടി. ഹുമുൽ ഖാസിറൂൻ, അവർ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശൈത്താനിയത്തിന്റെ വക്താക്കളുടെ കൂടെ കൂടുന്നവർ ശൈത്താന്റെ പാർട്ടിക്കാരാണ്. അള്ളാന്റെ പാർട്ടിക്കാർ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്ന, ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്ന, ദീന്റെ താല്പര്യം പരിഗണിക്കുന്ന, ദീനീ സഹോദരന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അത്തരം ആളുകളുണ്ടല്ലോ, അവർക്ക് ഭയക്കേണ്ടി വരെ ദുഃഖിക്കുകയുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവരാണ് തമ്പുരാന്റെ കൽപ്പനകളെ നേരെ ചൊവ്വേ ഭയപ്പെടുന്നവർ. വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ആളുകൾ യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂല,
അള്ളാഹുവോടും അവന്റെ റസൂലിനോടും ശത്രുപ്പെടുത്തുന്ന ആളുകളുമായി സ്നേഹബന്ധത്തിൽ ജീവിക്കുന്നത് കാണാൻ കഴിയില്ല. ഈ ആയത്ത് പഠിക്കണം, ഇത് കൃത്യമായി പഠിക്കേണ്ട ആയത്താണ്. സൂറ അൽ മുജാദല 22-ാം സൂക്തം. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ കാണില്ല. എങ്ങനെ കാണില്ല? യുവാദൂന, സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട്, മവദ്ദത്ത്, സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട്, മൻ ഹാദ്ദല്ലാഹ വറസൂല, അല്ലാഹുവോടും അവന്റെ റസൂലിനോടും ശാസ്ത്രവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായി സ്നേഹബന്ധം പുലർത്തുന്ന വിശ്വാസികളെ കാണാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും എതിരെ നിൽക്കുന്ന, ഇസ്ലാമിന് എതിരെ നിൽക്കുന്ന ശക്തികളുമായി, ചേരികളുമായി സ്നേഹബന്ധം പുലർത്തുന്ന ഒരാൾ മുഅ്മിനല്ല. നിൽക്കുന്നേരം മലയാളത്തിൽ അർത്ഥം അങ്ങനെയാണ് പറയേണ്ടത്. കാരണം അള്ളാഹുവിനും റസൂലിനും എതിരെ നിൽക്കുന്ന ആളുകളുമായി സ്നേഹബന്ധം പുലർത്താൻ വിശ്വാസികൾക്കും കഴിയില്ല. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, ആ ആളുകൾ നമ്മുടെ പിതാക്കന്മാരായിരുന്നാലും മക്കളായിരുന്നാലും നമ്മുടെ സഹോദരന്മാരായിരുന്നാലും ഔ അശീറത്ത്, നമ്മുടെ കുടുംബക്കാരായിരുന്നാലും, നിങ്ങളുടെ പിതാക്കന്മാരാവട്ടെ, നിങ്ങളുടെ മക്കളാവട്ടെ, നിങ്ങളുടെ സഹോദരന്മാരോ സഹോദരിമാരോ നിങ്ങളുടെ കുടുംബങ്ങളോ ആരുമാവട്ടെ, അള്ളാഹുവോടും റസൂലിനോടും വിരോധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ആളുകളുമായി സ്നേഹബന്ധം പുലർത്തുന്ന അവർ വിശ്വാസികളാവില്ല. വിശ്വാസികൾക്ക് അങ്ങനെ കഴിയില്ല എന്ന്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അങ്ങനെ അവരോട് സ്നേഹബന്ധം പുലർത്താതെ ഇസ്ലാമിന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് അള്ളാഹു ഈമാൻ നൽകിയിരുന്നു. അയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിന്റെ അടുക്കുന്നുള്ള പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അഥവാ ജിബ്രീലിനെ കൊണ്ട് അള്ളാഹു സഹായിക്കുകയും ചെയ്യും. വയുദ്ഖിൽഹും ജന്നാത്ത് തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് വിരോധം പുലർത്തി അവരോട് സ്നേഹബന്ധം നിലനിർത്താതെ ഇസ്ലാമിന്റെ നിലപാടുകൾക്കും ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങൾക്കും മുസ്ലിമിന്റെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഖാലിദീന ഫീഹാ, ശാശ്വതരായി വസിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാ, അവരാണ് അള്ളാഹിന്റെ പാർട്ടി. അപ്പൊ ഹിസ്ബു ശൈത്താനും ഹിസ്ബുല്ലയും ഖുർആൻ പഠിപ്പിച്ച പാഠ, നമ്മൾ പഠിക്കേണ്ടുന്ന പാഠ. ഹിസ്ബു ശൈത്താന്റെ കൂടെയാവണോ ഹിസ്ബുല്ലയുടെ കൂടെയാവണോ, അഥവാ അള്ളാഹിന്റെ പാർട്ടിയിലാവണോ അതല്ല ഷെയ്ത്താന്റെ പാർട്ടി? ഈ തീരുമാനമെടുക്കാതെ വിശ്വാസികൾക്ക് നിലപാടുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനും തിരുദൂതനും എതിരെ, ഇസ്ലാമിനും മുസ്ലിംകൾക്ക് എതിരെ നിലകൊള്ളുന്ന ആളുകളുമായി സ്നേഹബന്ധം പുലർത്തുന്ന ആളുകൾ വിശ്വാസികളാവില്ല. അവർ ഹിസ്ബു ഷെയ്ത്താനാ. എന്നാൽ അള്ളാഹു റസൂൽ എതിരെ നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ, അവരോട് എതിരുള്ളവരായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ അഗ്റാദുൽ മുസ്ലിമീൻ, മുസ്ലിം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾ, അവരാണ് ഹിസ്ബുല്ല. ആ ഹിസ്ബുല്ല, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുക. അള്ളാഹിന്റെ പാർട്ടിക്കാരാണ് വിജയിക്കുന്നത് കൃത്യമായിട്ട് പറയാം. അപ്പൊ യഹൂദന്റെ മനസ്സിന്റെ കാഠിന്യം ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടാൽ അലിയില്ല. അത് ഖുർആൻ പഠിപ്പിച്ചതാ. കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുന്ന ആണും പെണ്ണും റോട്ടിൽ മരിച്ചു വീഴുന്നത് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കില്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വന്ന് കിട്ടിയ ട്രക്കിന് മുമ്പിൽ തിരക്ക് കൂട്ടി നിൽക്കുന്ന ആ കുഞ്ഞു പൈതങ്ങളുടെയും അവശരായ ആളുകൾ നേരെ ബോംബിട്ട് 81 ഇന്നലെ കൊന്ന് 700 ഒന്നിനും പറ്റാത്തവരാക്കി മാറ്റിയ, ജീവച്ഛവങ്ങളാക്കി മാറ്റിയ ക്രൂരത അവനെ ബാധിക്കില്ല. കാരണം ഖുർആൻ പറയുന്നത് സുമ്മ കസദ് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ള ഹൃദയങ്ങളായിരിക്കുന്നു. ഈ ബനൂ സമുദായത്തെ കുറിച്ച് പറയാ, യഹൂദനോട് പറയാ, മിൻ ബഅദി ദാലിക, ഈ പറഞ്ഞ എല്ലാ ഉത്ബോധനങ്ങളും ശിക്ഷയ്ക്ക് വന്ന് കിട്ടിയിട്ടും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ദാലിക ഫഹിയ കൽ ഹിജാറത്തി വശദ്ദു ഖസ്വ, കല്ല് പോലെയോ കല്ലിനേക്കാൾ കാഠിന്യമുള്ള അവസ്ഥയിലോ ആയിപ്പോയി. കല്ലിനെ കുറിച്ച് ഖുർആൻ ശേഷം പറയുന്നുണ്ട്, വൈനമൽ ഹിജാറത്തിലമായ തഫജ്ജറു മിനൽ അൻഹാർ, ചില കല്ലുകൾക്കിടയിൽ നിന്ന് ഉറവ വരും. കല്ലിന് അത്രയെങ്കിലും നൈർമല്യമുണ്ടെന്ന്, അത്രയെങ്കിലും സാരല്യമുണ്ടെന്ന്, അത്രയെങ്കിലും ലാളിത്യം കല്ലിനുണ്ടെന്ന്. കല്ല് കഠിനമായ ഒന്നാണ്. ചില കല്ലുകൾക്ക് ഉറവരും. ചില കല്ലുകൾ താഴേക്ക് അടർന്നു വീണ് പൊട്ടിപ്പിളരും, എന്നിട്ട് വെള്ളം പുറത്തേക്ക് കൊടുക്കും. അങ്ങനെ സംഭവിക്കും. അത്രയെങ്കിലും നൈർമല്യം കല്ലിനുണ്ടെന്ന്. വേറെ ചില പാറകൾ തമ്പുരാനെ ഭയന്നിട്ട് താഴേക്ക് പതിക്കും. അത്രയെങ്കിലും കല്ലുകൾക്കുമുണ്ടോ അത്രയെങ്കിലും ഒരു തരം നൈർമല്യം. പക്ഷേ അശദ്ദു മിനൽ ഹിജാറ, കല്ലിനേക്കാൾ കാഠിന്യമുള്ള മനസ്സുകളാണ് നിങ്ങളുടേത്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറ 74. സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഇത്തരം കാഠിന്യ ഹൃദയമുള്ള ഈ ക്രൂരന്മാർ ചെയ്തു കൂട്ടുന്ന ക്രൂരത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഭൗതികതയെ മാത്രം ഉപാസിക്കുന്ന ഈ ചെറുപ്പക്കാർ 25 വയസ്സുകാരനോട് ഇങ്ങനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പ്രേരിപ്പിച്ചു എങ്കിൽ
അതിനേക്കാൾ എത്രയോ ന്യായമില്ലേ നമുക്ക് ഈ സമുദായത്തിന് നേരെ ഇസ്ലാമിന്റെ എതിരാളികൾ കാട്ടിക്കൊടുന്ന അന്യായങ്ങൾക്ക് ശബ്ദിക്കാൻ, പ്രതികരിക്കാൻ, ഇടപെടാൻ. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇസ്ലാമിന്റെ ന്യായങ്ങളെ കൈയൊഴിയാതെ ഇപ്പോഴും പോരാട്ടങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഫിലസ്തീൻ പ്രതിരോധ സംഘങ്ങളായിട്ടുള്ള സംഘം കൊണ്ട് പ്രാർത്ഥിക്കണം. അവരൊരിക്കലും ഇസ്ലാമിന്റെ മാനവികതയെ കൈയൊഴിഞ്ഞില്ല. നിങ്ങൾ ഇന്നേ വരെ കേട്ടോ എവിടെയെങ്കിലും ഈ പറയുന്ന ഹമാസും കൂട്ടരും ഇവര് കാണിക്കുന്ന പോലെ ക്രൂരത കാണിച്ചിട്ട്? അറബ് ലോകത്തെ, മുസ്ലിം ലോകത്തെ അൺസിവിലൈസ്ഡ് പീപ്പിൾ എന്നും ബാർബേഴ്സ് വിളിക്കുന്നവരായി പറഞ്ഞ അമേരിക്കനും യഹൂദനുമൊക്കെ പരിഷ്കാരികളല്ലാത്തവർ, കാടന്മാരെന്ന്. പക്ഷേ പരിഷ്കാരമില്ലാത്ത ക്രൂരതയും കാടത്തവും കാണിക്കുന്ന മറുപക്ഷമാണെന്നും സിവിലൈസ്ഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നരായ മാനവികത മുറുകെ പിടിക്കുന്ന രീതിയിലാണ് ഇന്നും ഹമാസും ബ്രിഗേഡ് ഖുദ്സും ഒക്കെ പോരാടുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഈ യാഥാർത്ഥ്യം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഫിലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പൊരുതുന്നത്, പോരാടുന്നത്, അവരിങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോഴത് മനസ്സിലായില്ല. അള്ളാഹു ആ പോരാട്ട വീര്യമുള്ള ആളോട് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ കേൾക്കുക. സൂറ അത്തൗബ 14-ാം വചനം, ഖാതിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹ്, നിങ്ങൾ പോരാടണം. ഇസ്ലാമിന്റെ ആഹ്വാനം അങ്ങനെയാണ്. ഇത് ഹബീബിന്റെ കാലത്തിറങ്ങിയ ആയത്താ. മുസ്ലിം സൈന്യത്തോടുള്ള പറയാ, അത് നമുക്കും ബാധകമാണ്. ഖാതിലൂഹും, നിങ്ങൾ അവരോട് പോരാടണം. നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അവരെ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങളെ കൈ കൊണ്ട് വേണം അവരെ തീർന്നു കിട്ടാൻ. തമ്പുരാനെ ശിക്ഷിക്കാൻ ആഗ്രഹം, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ പോരാട്ടം തുടരണം. വയുഹ്സിഹിം, അള്ളാഹ് അവരെ നിന്ദ്യരാക്കാനും പോവുകയാണ്. വയൻസുറുക്കും അലൈഹിം, അവർക്ക് അള്ളാഹ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വയഷ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, ഈ ക്രൂരത കണ്ടിട്ട് വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന മനസ്സുകളില്ലേ, ആ മുഅ്മിനീങ്ങളുടെ മനസ്സിന് അള്ളാഹു ആശ്വാസം നൽകുകയും ചെയ്യും. നിങ്ങൾ പോരാട്ടം തുടരുവിൻ, നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുവിൻ, അള്ളാഹുവിന്റെ മതത്തിൽ നിങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുവിൻ. യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദിക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ട് അള്ളാഹ് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വയുഹ്സിഹിം, അള്ളാഹ് അവരെ ലോകത്തിൽ നിന്നിറക്കി. ഇപ്പോഴേ നിന്നരാണവർ, അവർക്ക് മണ്ണിറങ്ങി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഒന്നിനു പിറകെ ഒന്നായി പട്ടാളക്കാരുടെ മതശരീരങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കാതെ ബന്ദികളുടെ ബന്ധുക്കൾ അവിടെ കലാപുണ്ടാക്കിക്കൊണ്ടിരിക്കുക. തകർന്നിരിക്കുന്നു ആ നാട്. അവരിപ്പോൾ ഈ വരുന്ന റമദാൻ മാസത്തോടെ ഈത്തപ്പഴ കമ്പനികൾ, ഏറ്റവും നല്ല ഈത്തപ്പഴം വിളയിക്കുന്ന ഫലസ്തീന്റെ മണ്ണിലാ, അതുവരെ പിടിച്ചടക്കിയിരിക്കുക. നിങ്ങൾ നോമ്പ് തുറക്കാൻ വാങ്ങുന്ന ഈത്തപ്പഴത്തിന്റെ കമ്പനി നോക്കാതെ വാങ്ങിയിട്ട് ആണപ്പായി നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടരെ സഹായിച്ചെങ്കിൽ ഈ ആയത്ത് നിങ്ങൾക്കും എതിരാണ് എന്ന് ഞാൻ എന്നോട് പറയാം. നിങ്ങൾ കേൾവിക്കാരാ, അത്രയെങ്കിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ലോകത്ത് കയറ്റുമതി ഏറ്റവും നല്ല പഴങ്ങളും ഏറ്റവും നല്ല ഈത്തപ്പഴം വിളയുന്ന മണ്ണാണ് ഷാം ദേശം. ആ മണ്ണ് ഇവർ പിടിച്ചടക്കിയിരിക്കുക. അതുകൊണ്ട് ഇവിടെ ലോകോത്തര കമ്പനികളാണ് ഈത്തപ്പഴം സപ്ലൈ ചെയ്യുന്നത്. അത് വാങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന വിശ്വാസി മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കപ്പ് രക്തമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചെറുപ്പക്കാരുടെ കുഞ്ഞുങ്ങളുടെ രക്തം. നിങ്ങളുടെ കൈകളിൽ ഈത്തപ്പഴം, ആ കമ്പനി ഈത്തപ്പഴം പെറുക്കിയെടുക്കുമ്പോ നിങ്ങളുടെ കൈകൾ അമേരിക്കയുടെ കൈകൾ പോലെ, ജൂതന്റെ കൈകൾ പോലെ രക്തം പുരണ്ട കൈകളാ. അത്രയെങ്കിലും റമദാൻ വരും മനസ്സിലാക്കണം. റമദാൻ ഷർത്തും ഫർളും മാത്രം പഠിച്ച് മുന്നോട്ട് പോകുന്നവരെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിക്കണമെന്ന് നമ്മൾ പറയേണ്ടി വരിക. അതുകൊണ്ട് ഖാതിലൂഹും, നിങ്ങളോട് യുദ്ധം ചെയ്യണം. യുഅദ്ദിബുഹും, അല്ലാഹു അവരെ യുഅദ്ദിബുഹുല്ലാഹു ബിഐദിക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അല്ലാഹു അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വയുഹ്സിഹിം, അവരെ ലോകത്തിൽ അല്ലാഹു ഇനിയും നാണം കെടുത്തും. വയൻസുറുക്കും അലൈഹിം, അവർക്ക് അല്ലാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. വയഷ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, അങ്ങനെ ഈ കാഴ്ച കണ്ട് ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ലോകത്തുള്ള വിശ്വാസികളുണ്ടല്ലോ, അവരുടെ മനസ്സിന് അല്ലാഹു നല്ല ശാന്തതയും സന്തോഷവും നൽകും. ആ നല്ല നാളിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രതിരോധത്തിന്റെ ഭാഗമായി സാധ്യമാനപ്പുറം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നമുക്ക് നമ്മുടെ പ്രതിഷേധവും നമ്മുടെ രോഷാക്തിയും അടയാളപ്പെടുത്താൻ കഴിയൂ. റമദാൻ മാസം കൃത്യമായിട്ട് ഈ ഇസ്ലാമിന്റെ എതിരാളിക്ക് നേരെ പ്രാർത്ഥിക്കാൻ അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ സമയം അത്രയും തമ്പുരാനും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയണം. ഇത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പടച്ചവനെ, ഇത് സഹിക്കാൻ കഴിയാത്ത, വിശ്വാസമില്ലാത്ത ആളുകൾ വരെ ഇത്തരം അറ്റകൈ പ്രയോഗങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ, കണ്ണു തുറപ്പിക്കാൻ, ഫിലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നതിന് വേണ്ടി ഈ ജനോസൈഡ് ഇല്ലാതാകാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച വായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലുള്ള ഈ യാഥാർത്ഥ്യം നീ അറിയണം, നീ ഈ സഹോദരന്മാരെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത്രയും മനുഷ്യനെ ഞെട്ടിച്ച സംഭവങ്ങളാണ് സഹോദരന്മാരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരായ ഫിലസ്തീനികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പോരാട്ടം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അവർ ആഗ്രഹിക്കുന്ന അവരുടെ നാട്ടിൽ സ്വതന്ത്രമായി ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകുമാറാവട്ടെ.
അവിടെ നാശത്തിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും തകർക്കാൻ കഴിവുള്ള നാഥൻ അവരെ തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അവിടെ കൂടെ നിന്ന് ഓശാന പാടുന്ന മുസ്ലിം ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിന്റെ വക്താക്കളായി തുടരുന്ന സകല കാപ്പട്ടിക്കാരുടെയും മുഖം അള്ളാഹു പിച്ചി ചീന്തുമാറാവട്ടെ. അവർക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ലോകത്തിന് പാഠമാകുവാൻ സംഭവിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മർമ്മം മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ അവർക്ക് അവസരം നൽകാൻ അള്ളാഹു തീരുമാനിക്കുന്നുവെങ്കിൽ പശ്ചാത്താപം സംഭവിക്കുമാറ് ദുരത്തിലേക്ക് അവരും എത്തുന്ന ഒരവസ്ഥ സംഭവിച്ചെങ്കിലും അവർ ഇസ്ലാമിന്റെ വഴിയെ സഞ്ചരിക്കുമാറാവട്ടെ. ഈ ദുരന്തത്തിൽ ഇസ്ലാമിന്റെ എതിരാളികൾ കാട്ടിക്കൂടുന്ന അന്യായത്തോട് പൊറുക്കാൻ കഴിയാത്ത നാം അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ഞങ്ങളുടെ സഹോദരന്മാരെ നീ സഹായിക്കണമേ, അവിടെ നാശം കൊതിക്കുന്ന നാശം നീ ഉറപ്പുവരുത്തണമേ. ഞങ്ങളുടെ പള്ളികൾ ഈ റമദാൻ സുരക്ഷിതമല്ല. ദിനേന എന്നോണം ഓരോ പള്ളിയും ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദിസ് ആകുന്ന മൂന്നാമത് ഹറമും ഇപ്പോൾ സുരക്ഷിതമല്ല. പടച്ചവനെ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ, നിന്റെ ഭവനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാകുന്ന അവസ്ഥ സംഭവിപ്പിക്കുമാറ് നിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. നീ ഞങ്ങളെയും ലോക മുസ്ലിം സഹായിക്കണമേ. ഞങ്ങളുടെ നാശവും ലോക മുസ്ലിങ്ങളുടെ നാശവും കൊതിക്കുന്ന എല്ലാവരുടെയും നാശം നീ ഉറപ്പുവരുത്തണമേ. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅ അദ്ദീൻ, അല്ലാഹുമ്മ ഫത്തിക് ശംലഹും വഫദ്ദിക് ജംഅഹും വമസ്ദിഖും കുല്ലഹും മസ്ദിഖൻ യാ റബ്ബൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഊഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.